ഇനി ജാഗ്രത. കോട്ടയം ഏറ്റുമാനൂരിൽ തട്ടുകടയിലുണ്ടായ സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസുകാരൻ കൊല്ലപ്പെട്ടത് ക്വട്ടേഷൻ ആക്രമണത്തിനിടെയെന്ന സംശയം. ഏറ്റുമാനൂർ തെള്ളകത്ത് തട്ടുകടയിലെ സംഘർഷം പരിഹരിക്കാൻ ഇടപെട്ടപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമിയുടെ ചവിട്ടേറ്റ് മരിച്ചത്. സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കോട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി 1 മണിയോടെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ തട്ടുകടയിലാണ് സംഘർഷമുണ്ടായത്. ഈ സമയം അവിടെ എത്തിയ ശ്യാംപ്രസാദിനോട് കടക്കാരൻ സഹായം തേടി. ഇതിലിടപെടുമ്പോഴാണ് അക്രമിയായ ജിബിൻ ജോർജ് ശ്യാമിനെ അടിച്ചു വീഴ്ത്തിയത്. അടിയേറ്റ് നിലത്ത് വീണ ശ്യാമിന്റെ നെഞ്ചിൽ പലതവണ ചവിട്ടി. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. ശ്യാമിന്റെ വാരിയലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി. ആന്തരിക രക്തസ്രാവവും ഉണ്ടായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. റൌഡി ലിസ്റ്റിലുള്ള ജിബിനെതിരെ 7ഓളം കേസുകൾ നിലവിലുണ്ട്. തട്ടുകടക്കാർക്കിടയിലെ കൊട്ടേഷൻ ഏറ്റെടുത്താണ് ജിബിൻ സ്ഥലത്തെത്തിയതെന്ന് മൊഴിയുണ്ട്. ഇയാൾക്ക് 2022 മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. ഇയാൾ മൊത്തം 7 കേസിൽ പ്രതിയാണ്. ഗാന്ധിനഗറിൽ തന്നെ 308 കേസ്, അതുപോലെ ഒരു മോഷണ കേസ്, കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു 325 കേസ്, അതുപോലെ സുവമോട്ടോ ആയിട്ട് പോലീസ് എടുത്ത അബ്കാരി ആക്ട്, NDPS ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ളൊരു കേസ്. അങ്ങനെ മൊത്തം 7 കേസിൽ പ്രതിയാണ്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൂസലില്ലാതെയായിരുന്നു പോലീസിനോട് ജിബിൻ കാര്യങ്ങൾ വിശദീകരിച്ചത്. ശ്യാംപ്രസാദിന്റെ മൃതദേഹം പോലീസ് ക്ലബിലും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പൊതുദർശനത്തിന് വെച്ചു. മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മാഞ്ഞൂർ സ്വദേശിയായ ശ്യാംപ്രസാദ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. ഭാര്യയും 3 മക്കളുമുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. പത്തനംതിട്ട അടൂരിൽ ക്രിമിനൽ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം. 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ബലമായി മദ്യം കുടിപ്പിക്കുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു. കുട്ടിയുടെ സഹോദരനുമായി ബന്ധപ്പെട്ട് സ്കൂളിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് അതിക്രമത്തിന് കാരണമെന്ന് അച്ഛൻ ആരോപിച്ചു. അടൂർ തെങ്ങമത്ത് കടയിൽ കയറി യുവാക്കൾ മദ്യലഹരിയിൽ ആക്രമണം നടത്തി. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രിയാണ് ഒരു സംഘം യുവാക്കൾ 12-കാരനെ അടൂരിലെ വീട്ടിലെത്തി കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ച് അവശനാക്കിയ ശേഷമായിരുന്നു മർദ്ദനം. സഹോദരനായ +2 വിദ്യാർത്ഥിയും മറ്റു ചില വിദ്യാർത്ഥികളുമായി സ്കൂളിൽ നടന്ന പ്രശ്നങ്ങളാണ് 12-കാരനെ മർദ്ദിക്കാൻ കാരണമെന്ന് പിതാവ് പറയുന്നു. ഇതുപോലെ എൻ്റെ മോനെ 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുഞ്ഞാണ്. അവൻ ഇന്നലെ രാത്രി 9 മണിക്ക് വീടിൻ്റെ സൈഡിലോട്ട് നിന്ന ഒരു സംഘം കാറിനകത്ത് ആൾക്കാർ വന്നിട്ട് അവൻ്റെ ചേട്ടൻ +1 എൽമണ്ണ സ്കൂളിൽ പഠിക്കുകയാണ്. അവൻ്റെ അനിയനാണെന്ന് ചോദിച്ചു കുഞ്ഞിനെ പിടിച്ചു കയറ്റി വണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി ലിക്വിഡ് കവളിന് കുത്തിപ്പിടിച്ച് കൊടുത്തതിന് ശേഷം നല്ല ക്രൂരമായി മർദ്ദിച്ച് കുഞ്ഞ് ആവശ്യനിലയിലാണ് വീട്ടിൽ വരും. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതിന് പിന്നാലെയാണ് യുവാക്കൾ സംഘം ചേർന്ന് വീട്ടിലെത്തിയത്. സഹോദരൻ വീട്ടിൽ ഇല്ലായിരുന്നതിനാൽ 12-കാരനെ ഇവർ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. രാത്രി വൈകി വീടിന് സമീപം അവശനിലയിൽ കണ്ടെത്തിയ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ അടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അടൂർ തെങ്ങമത്തെ പെട്രോൾ പമ്പിന് സമീപമുള്ള കടയിലാണ് യുവാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായത്. സന്തോഷ്, അഭിരാജ് എന്നിവർ റോഡരികിൽ വെച്ച് ഒരു യുവാവുമായി വാക്കുതർക്കം ഉണ്ടായതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നീട് ഈ യുവാവിൻ്റെ നേതൃത്വത്തിൽ 11ഓളം പേർ എത്തിയാണ് ആക്രമണം നടത്തിയത്. കടയിലുണ്ടായിരുന്ന സന്തോഷിനെയും അഭിരാജിനെയും ഇവർ മർദ്ദിച്ചു. പിന്നീട് ഇരു സംഘവും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. കടയിലെ ജീവനക്കാർക്കും കടയുടമയ്ക്കും മർദ്ദനമേറ്റു. കടയിലെ സാധനങ്ങൾ തല്ലി തകർത്തു. സന്തോഷും അഭിരാജും ഉൾപ്പെടെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൊച്ചിയിലെ സ്കൂൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സ്കൂളുകളുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച. മിഹിർ നേരിട്ട ദുരനുഭവം സ്കൂൾ അധികൃതരെ ഇമെയിൽ മുഖേന മിഹിറിന്റെ അമ്മ അറിയിച്ചിരുന്നു. എന്നാൽ 2 സ്കൂളുകളുടെ ഭാഗത്തു നിന്നും തുടർ നടപടി ഉണ്ടായില്ല. വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ സ്കൂൾ അധികൃതർ ഇടപെട്ടോ എന്നും പരിശോധിക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, അതായത് ഈ തുറന്ന കത്ത് മിഹിറിന്റെ അമ്മ എഴുതുന്നതിന് മുൻപ് തന്നെ സ്കൂളുകളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള പരാതികൾ, അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിച്ച് അയച്ചിരുന്നു എന്നാണോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം? അതെ ശ്രീജ, വളരെ വ്യക്തമായിട്ട് തന്നെ ഈ 2 സ്കൂളുകൾക്കും ഈ മിഹിറിന്റെ അമ്മ ഇമെയിൽ അയച്ചിരുന്നു. മിഹിർ സ്കൂളിൽ ഇത്തരം ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഇക്കാര്യത്തിൽ അന്വേഷണം വേണം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഈ അമ്മ വിരൽ ചൂണ്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തൻ്റെ മകൻ അനുഭവിച്ചതുപോലെ അത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി കുട്ടികൾ ആ സ്കൂളിലുണ്ടാകാം. അത് ആവർത്തിക്കാതിരിക്കാൻ, അതിന് തടയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ എന്നുള്ള നിലയിൽ അമ്മ ഇമെയിൽ അയച്ചിരുന്നത്. അത് പരാതിയായിട്ടായിരുന്നില്ല, അത് തൻ്റെ മകൻ ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ തൻ്റെ മകന് സ്കൂളിൽ നിന്നും ഉണ്ടായി എന്നുള്ള വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു സ്കൂളുകൾക്ക് അയച്ച ഇമെയിൽ എന്നാണ് വ്യക്തമാകുന്നത്. അതിനുശേഷവും ഇരു സ്കൂളുകളും പോലീസിൽ പരാതിപ്പെടുക, അതായത് അമ്മ ഇത്തരത്തിൽ വലിയ പരാതി ഉന്നയിച്ച് വലിയ ദുരനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി, അത് ശരിക്കും ശിക്ഷാർഹമായ ദുരനുഭവങ്ങൾ തന്റെ മകൻ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി മെയിൽ അയച്ചിട്ട് പോലും അത് പോലീസിന് കൈമാറുകയോ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ഇരു സ്കൂളുകളും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ഈ കേസിൽ പോക്സോ ചുമത്താനുള്ള സാഹചര്യമുണ്ടോ എന്നുകൂടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ സ്കൂളുകളുടെ NOC സംബന്ധിച്ചുള്ള തർക്കവും നിലനിൽക്കുന്നുണ്ട്. അതേസമയം NOC സ്കൂൾ, ഗ്ലോബൽ സ്കൂൾ അവരുടെ NOC സംബന്ധിച്ച വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് വിരൽ ചൂണ്ടുന്നത് സ്കൂൾ അധികൃതരുടെ വീഴ്ചയിലേക്ക് തന്നെയാണ്. ഇത്തരം ഇടപെടലുകൾ, അതായത് ഈ കേസ് ഒതുക്കി തീർക്കാൻ സ്കൂൾ അധികൃതർ ഇടപെട്ടോ എന്നുള്ള കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സംശയമുണ്ട്. ആ കാര്യത്തിൽ വ്യക്തത വരുത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിനുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സ്കൂളുമായി ബന്ധപ്പെട്ട ഇത്തരം വലിയ ക്രിമിനൽ സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ അതിനെ സാധൂകരിക്കാതെ, അതല്ലെങ്കിൽ അത് പരിഹരിക്കാതെ, അതിന് പോംവഴി കണ്ടെത്താതെ ഇത് മറച്ചു വെക്കാനുള്ള നീക്കമാണ് സ്കൂളുകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഗുരുതര വീഴ്ചയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. പോലീസിന് ഈ പരാതി കൈമാറിയിട്ടില്ല എന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവിധ സഹപാഠികളെയും ചോദ്യം ചെയ്യും. സഹപാഠികളും സോഷ്യൽ മീഡിയകളിൽ നടത്തിയിട്ടുള്ള പബ്ലിക് ചാറ്റുകൾ, പേഴ്സണൽ ചാറ്റുകളുടെ എല്ലാം ഡീറ്റെയിൽസ് ഹാജരാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്കൂളിന്റെ PTA മിനിറ്റ്സും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ കുട്ടിയുടെ 15-കാരനായ കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിവരങ്ങൾ സ്കൂളുകളെ അറിയിച്ചിരുന്നെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോഴും തെളിവെടുപ്പ് ഇന്നും തുടരുകയാണ്. ഇടുക്കി മൂലമറ്റത്ത് കുപ്രസിദ്ധ ഗുണ്ട സാജൻ സാമുവലിനെ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ച സംഭവത്തിൽ നിർണായകമായത് ഓട്ടോ ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ. പ്രതികൾ സാജന്റെ മൃതദേഹവുമായി സഞ്ചരിച്ച ഓട്ടോ ഡ്രൈവർക്ക് തോന്നിയ സംശയമാണ് ഈ അരുൺ കൊലയുടെ ചുരുളഴിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട 6 പേർ പോലീസിന്റെ പിടിയിലായി. 8 പേരാണ് കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു. ഇന്നലെ രാവിലെയാണ് മൂലമറ്റം തേക്കിൻകൂപ്പിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ്
കൊല്ലപ്പെട്ടത് കുപ്രസിദ്ധ ഗുണ്ടയും കൊലക്കേസ് പ്രതിയുമായ മേലികാവ് സ്വദേശി സാജൻ സാമുവലാണെന്ന് തിരിച്ചറിഞ്ഞത്. 2 ദിവസത്തിലേറെ പഴക്കമുണ്ടായിരുന്ന മൃതദേഹത്തിൽ നിന്ന് ഇടത് കൈ വെട്ടിയെടുത്തിരുന്നു. ശരീരത്തിൽ നിറയെ മുറിവുകളും ഉണ്ടായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ മൂലമറ്റം സ്വദേശികളായ 7-അംഗ സംഘമെന്നാണ് സൂചന. ഇതിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. മൃതദേഹം തേക്കിൻകൂപ്പിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. കഴിഞ്ഞ 30 രാത്രി 10ഓടെ എരുമാപ്രയിൽ നിന്ന് കേടായ പന്നി മാംസമെന്ന് പറഞ്ഞ് പൊതുനിലയിലാണ് മൃതദേഹം 25 കിലോമീറ്റർ അകലെയുള്ള തേക്കിൻകൂപ്പിലെ ട്രാൻസ്ഫോമർ സമീപം ഇറക്കിയത്. സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ വിവരം പിതാവിനോട് പറഞ്ഞു. പിതാവ് കാഞ്ഞാർ SI ബൈജു P ബാബുവിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മുൻവൈരാഗ്യമാണോ കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷിച്ചു വരികയാണ്. നേരത്തെ കൊലക്കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സാജൻ സാമുവൽ. ന്യൂസ് 18 ഇടുക്കി. രാവിലെയിൽ നമ്മളൊരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. അതുവരെ ഇത് കണ്ടോ.